രാജു, ഇത് നമ്മൾ എന്ത് ചെയ്യും രാജു? മാഡം, ദിവ്യ, എന്റെ മോൻ. ഞാൻ മരിച്ചേക്കാന്ന് ഓർത്ത് പോയതാ രാജുവേട്ട. പക്ഷെ എന്റെ കുഞ്ഞിന്റെ മുഖം ഓർത്തപ്പോ എനിക്കതിന് സാധിച്ചില്ല. ദിവ്യ, നീ എന്ത് പണിയാ കാണിക്കാൻ പോയത്? മരിക്കാനോ? ഒരു കുഞ്ഞുണ്ടായിട്ട് അവന്റെ ഭാവി പോലും നോക്കാതെ നീ എന്താ കാണിക്കാൻ പോയത്? ദീപക് അവനൊരു വിവരമില്ലാത്തവനാ. അവൻ അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെയാണോ നീ? ഈ കുഞ്ഞിനെ നിനക്ക് വളർത്തണ്ടേ? ഈ കുഞ്ഞ് വളരുന്ന നിനക്ക് കാണണ്ടേ? ഈ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാവണ്ടേ? മതി രാജു, ഇവിടെ വഴിയിൽ നിന്ന് ബാളം ഉണ്ടാക്കണ്ട. ആദ്യം നമുക്ക് ദിവ്യയും കുഞ്ഞിനെ സേഫായ സ്ഥലത്തേക്ക് മാറ്റാം. ശരി ഋതിക മേഡം. ഇന്നേ ആഘോഷത്തിന്റെ ദിവസ. ദീപക് വിചാരിച്ച പോലെ തന്നെ ദിവ്യ അവളുടെ കുഞ്ഞുമായി ഈ പാടി ഇറങ്ങിപ്പോയി. എന്നെ സീറോ ആക്കാൻ ശ്രമിച്ചവരുടെ മുന്നിലേ ഞാൻ ഹീറോ ആയി. എന്താടാ ഈ കാണിക്കുന്നേ? അത് കളയടാ. എടാ എടാ, അത് കളയാൻ. അമ്മ വാ, ഇത് നമ്മുടെ ദിവസമല്ലേ. ഇത് തോന്നിവാസാണ് ഈ കാണിക്കുന്നേ. എടാ എടാ, നിർത്തടാ. പടക്കം കളയാനല്ലേ പറഞ്ഞത്? അമ്മ എന്തിനാ അമ്മ എന്നെ തല്ലിയേ? എടാ, തോന്നിവാസം കാണിച്ചിട്ട് എന്തിനാണെന്നോ? എടാ, ഇവിടെ അകത്താരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? നീ എന്തിനാ ഇപ്പൊ പടക്കം പൊടിച്ചേ? അവള് പോയില്ലേ ആ ദിവ്യ? അതിന് അതിന്റെ ആഘോഷ. ഞാൻ എന്റെ ഫ്രണ്ട്സിനെല്ലാം പാർട്ടി കൊടുത്തു. എടാ, നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? കുടിച്ച് ബോധമില്ലാതെ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എടാ, താഴെ തെറിച്ചവനെ. അമ്മയ്ക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ഉള്ളിൽ തീയുമായിട്ടാ ഞാൻ ഇത്രയും ദിവസം നടന്ന്. ആ DNA റിപ്പോർട്ടിലെ ഞാനാണ് ദിവ്യയുടെ കൊച്ചിന്റെ അച്ഛനെന്ന് അമ്മയ്ക്ക് അറിയാലോ. അതെങ്ങാനും ഈ വീട്ടിലെല്ലാരും അറിഞ്ഞിരുന്നെങ്കിലേ അവളെയും അവളുടെ കുഞ്ഞിനെയും ഞാൻ ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വന്നേനെ. എടാ, നീ ഇതൊക്കെ ഇവിടെ നിന്ന് വിളിച്ചു കൂവി ആരെങ്കിലും അത് കേട്ടു കഴിഞ്ഞാ അത് അതിനും വലിയ പ്രശ്നമാകും.